ലോകമെങ്ങുമുള്ള ക്രൈസ്തവ സഭകൾ സൺഡേ സ്കൂളിന് വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സൺഡേ സ്കൂളിന് വലിയ മുൻഗണന ക്രൈസ്തവ സഭകൾ നൽകി വന്നിരുന്നു. ഇന്നും അതിലും ഒട്ടും കുറവല്ല. ചില മുഖ്യധാരാ സഭകൾ അവരുടെ ആലയങ്ങൾ കൂടാതെ സൺഡേ സ്കൂൾ കെട്ടിടങ്ങൾ വരെ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലുള്ള ഭൂരിഭാഗം ക്രൈസ്തവ കുടുംബങ്ങളും മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നുപോയതിനാൽ അങ്ങനെയുള്ള പല സൺഡേ സ്കൂൾ കെട്ടിടങ്ങളും ഇന്ന് വിദ്യാർത്ഥികൾ ഇല്ലാത്തത് നിമിത്തം പ്രവർത്തിക്കാതെ കുറേയൊക്കെ കിടപ്പുണ്ട്. എങ്കിലും ഉള്ള വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് എല്ലാ സഭകളും ശ്രദ്ധ കൊടുക്കുന്നു. അത് അഭിനന്ദനാർഹമാണ്. എന്നാൽ സൺഡേ സ്കൂളിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. 18-ാം നൂറ്റാണ്ടിലാണ് സൺഡേ സ്കൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇപ്പോഴും നവംബർ ആദ്യവാരം സൺഡേ സ്കൂൾ ദിനമായി വേർതിരിച്ചുകൊണ്ട് പല സഭകളും കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള റാലികളും അവരുടെ സഭകളിൽ അന്നേ ദിവസം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള യോഗങ്ങളും നടത്തി വരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം നടന്ന സമയമായിരുന്നു. അന്ന് ഫാക്ടറികളിൽ കുട്ടികൾ ജോലിക്ക് പോകുമായിരുന്നു. അതുമൂലം കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്നു. ഈ അവസരത്തിൽ പത്രപ്രവർത്തകനായിരുന്ന റോബർട്ട് റൈക്സ് കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണമെന്നും അക്ഷരം പഠിപ്പിക്കണമെന്നുമുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത്. അന്ന് ഫാക്ടറിയിൽ അവധിയുണ്ടായിരുന്ന ഏക ദിവസം ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ച ദിവസങ്ങളിൽ കുട്ടികളെ വരുത്തി അവർക്ക് അക്ഷരവും അതോടൊപ്പം ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആരംഭ സമയങ്ങളിൽ സൺഡേ സ്കൂൾ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അധ്യാപകരായിട്ട് ആദ്യ സമയത്ത് 4 അധ്യാപകരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. അവർക്ക് 1 ഷില്ലിംഗ് ശമ്പളം കൊടുത്താണ് അന്ന് സൺഡേ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ആ സൺഡേ സ്കൂൾ പ്രവർത്തനം ഇന്ന് ലോകവ്യാപകമായി സൺഡേ സ്കൂൾ പ്രവർത്തനം വ്യാപിച്ചിരിക്കുന്നു. അതിലൂടെ 100 കണക്കിന് കുഞ്ഞുങ്ങൾ നല്ല സ്വഭാവത്തിനുടമകളായി സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകുന്ന കുഞ്ഞുങ്ങളായി മാറിയിരിക്കുന്നു. അതിന് കാരണം സൺഡേ സ്കൂൾ പ്രസ്ഥാനമാണ്.